എനിക്ക് ലാലേട്ടൻ്റെ പടത്തിലെ ഡയലോഗ് ഏറ്റവും റീസെൻ്റ്ലി ഇറങ്ങിയ തുടരും സിനിമയിലെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. നിൻ്റെയൊക്കെ കൂട്ടത്തോട് പോയി പറഞ്ഞേക്കെ ഒറ്റയാൻ വീണ്ടും കാട് കയറിയെന്ന്. അത്രമാത്രം ഗംഭീരമായ ഒരു ഇന്നിങ്സ് തന്നെയാണ്. കാരണം നമുക്കറിയാം ഓസ്ട്രേലിയക്കെതിരായ വിരാടിനെ അപ്പുറം മറ്റൊരു ജോർജ് സാറായിട്ട് അവിടെ ഉണ്ട്. ജോർജ് സാറും വിരാടിനെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയക്കെതിരായ ആദ്യത്തെ 2 മത്സരങ്ങളിൽ ചരിത്രത്തിൽ ആദ്യമായി വിരാട് തുടർച്ചയായിട്ട് ഡക്കിന് പുറത്താവുന്നു. വിരാട് പതുക്കെ നിർത്തി ലണ്ടനിൽ പോയി കുട്ടികളൊക്കെ കളിച്ച് നടക്കട്ടെ എന്നുള്ള രീതിയിലുള്ള ട്രോളുകൾ വന്നു. പിന്നീട് അദ്ദേഹം കളിച്ച 9 ഇന്നിങ്സുകളിൽ 8 50+ സ്കോറാണ് വരുന്നത്. അതിൽ തന്നെ ഇപ്പോൾ ഈ സീരീസിലേക്ക് ന്യൂസിലൻഡിനെതിരായ സീരീസിലേക്ക് നോക്കുമ്പോൾ ഫിനോമിനൽ പ്രകടനം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഒപ്പം തന്നെ ഡാനിൽ മിച്ചലിൻ്റെ പെർഫോമൻസ് അവിടെ ഉണ്ട്. പക്ഷേ വിരാട് അദ്ദേഹം കളിക്കുന്ന ഒരു ഇന്നിങ്സ് എന്ന് പറയുന്നത് പലപ്പോഴും ഇപ്പോൾ ഇന്നത്തെ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ തന്നെ ഇന്ത്യ 41 റൺസിലാണ് തോൽക്കുന്നത്. ന്യൂസിലാൻഡ് വിരാടിന്റെ 10ാമത്തെ സെഞ്ചുറി. അതെ. ന്യൂസിലാൻഡിനെ ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുന്ന, ഏറ്റവും കൂടുതൽ സെഞ്ചുറി ഇടുന്ന താരമെന്ന റെക്കോർഡ് വിരാടിൻ്റെ ഒപ്പമാണ്. മാത്രമല്ല ആക്റ്റീവ് പ്ലേയേഴ്സിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നിലവിൽ കളിക്കുന്ന ആക്റ്റീവ് താരങ്ങളിൽ വിരാട് ഇപ്പോൾ 85ാമത്തെ സെഞ്ചുറിയാണ്. തൊട്ട് പിന്നിലുള്ളത് ജോ റൂട്ടാണ്, അദ്ദേഹത്തിന് 60 സെഞ്ചുറികളാണുള്ളത്. ആക്റ്റീവ് പ്ലേയേഴ്സിൽ 25+ സെഞ്ചുറി അധികം എന്നൊക്കെ പറയുമ്പോൾ ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും എത്രത്തോളമാണ് വിരാട് സെറ്റ് ചെയ്ത് വെച്ച ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് എത്രത്തോളമാണ് നമുക്ക് ഈ ഒരൊറ്റ സ്റ്റാറ്റിൽ നിന്ന് മനസ്സിലാവും. ഒപ്പം തന്നെ ഒരുപാട് വിരാട് കളിക്കുന്ന ഓരോ മത്സരത്തിലും ഓരോ നാഴികക്കല്ല് പിറക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ നമ്പർ 3 ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന, ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമായി റിക്കി പോണ്ടിങ്ങിനെ മറികടന്നു. അപ്പോൾ അത്തരത്തിൽ വിരാട് കോഹ്ലിയുടെ ഓരോ മത്സരവും ഓരോ റെക്കോർഡാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വരുമ്പോൾ ഇന്ത്യ 41 റൺസാണ് തോൽക്കുന്നത്. ഇത് 46 ഓവറിൽ ഓൾ ഔട്ട് ആവുകയും ചെയ്തു. ഒരു പ്ലെയർ അവിടെ കളിക്കാനുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യക്ക് വിജയിക്കാനുള്ള സ്കോറേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത്രമാത്രം വലിയൊരു സ്കോറല്ല. കാരണം ഒരു ആവറേജ് ഒരു 10 അടിച്ച് പോയിരുന്നെങ്കിൽ ഇന്ത്യക്ക്